മുഖ്യമായിട്ടും ഞങ്ങളുടെ അമ്മ എന്നെ ആദ്യമായിട്ടൊക്കെ നോക്കണം. നമ്മുടെ ഈ വീടുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടുകൂടിയൊക്കെ ജീവിക്കാൻ ഉള്ള ആൾക്കാരായിരിക്കും. അതെ, നമുക്കിപ്പോൾ ദാമ്പത്യമല്ല പ്രശ്നം, നമ്മുടെ കുടുംബ ജീവിതം നല്ല ഭംഗിയായിട്ട് പോകണം, അത്രേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കായംകുളം മുതുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷാജിയേട്ടനെ കാണാനാണ്. ഷാജിയേട്ടനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. പുള്ളിക്ക് 49 വയസ്സാണായത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മൂപ്പരോട് തന്നെ ചോദിക്കാം. ഓക്കെ, നല്ല ഒരു അടിപൊളി ഒരു സ്ഥലമാണിത്. ഇപ്പോൾ നല്ല കാറ്റും ചെറിയൊരു കായലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കായലൊക്കെയാണ്. ഓക്കെ, ഈ കാണുന്നതാണ് ഷാജിയേട്ടൻ്റെ വീട്. ഇപ്പോൾ അടുത്ത് എടുത്തതാണ് കേട്ടോ. വീട് പരിസരമൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മളിപ്പോൾ ഒരു പെണ്ണ് കാണാൻ വരുമ്പോൾ കാണുന്ന കാര്യങ്ങളാണല്ലോ ഇത്. അതുപോലെ വീടും പരിസരമൊക്കെ നോക്കുക എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അല്ലാണ്ട് സ്ഥലക്കച്ചവടമാണോ എന്നൊന്നും വിചാരിക്കണ്ടായിരുന്നു കേട്ടോ. അത് ഒരു ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഷാജിയേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എന്നിട്ട് വേറെ എന്തൊക്കെയാ? ഇങ്ങനെ പോകുന്നു, സുഖം. ഇന്ന് പണി ലീവാക്കിയതാ അല്ലേ? ഇന്ന് ഇല്ല, മഴയുടെ പ്രശ്നമുണ്ട്. ഞാൻ വിളിച്ചിരിക്കാതെ പറഞ്ഞില്ല, ഇന്നും പണിയില്ല, നാളെ വന്നാൽ മതി എന്നും പറഞ്ഞിരുന്നുണ്ട്. ഇന്ന് പോയപ്പോൾ മഴയുടെ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഞാൻ ഇനി പോകുന്നത്. കോൺക്രീറ്റിൻ്റെ പരിപാടി അല്ലേ? കോൺക്രീറ്റ്. വേറെ തട്ടിൻ്റെയൊക്കെ പണി കെട്ടുമൊക്കെ ചെയ്യും. കെട്ടും തേപ്പൊക്കെ അറിയാം, എല്ലാ പണിയും എടുക്കും അല്ലേ? അതില്ലെങ്കിൽ എല്ലാ പണിക്കും പോകും. അതെ, ഇന്നതൊന്നും ഇല്ല, ഇപ്പം ജീവിക്കണ്ടേ. അതെ 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 അതെ. നിങ്ങളും അമ്മയും തന്നെയാണ് വീട്ടിലുള്ള അല്ലേ? അമ്മ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയതാ അല്ലേ? അപ്പോൾ നിങ്ങൾ കല്യാണം ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതാണ് അല്ലേ? അതെ അതെ. ആ വിവാഹം ഒരു 47 വയസ്സിലാണ് കഴിച്ചത് അല്ലേ? അതെ. ആദ്യ വിവാഹം തന്നെ വൈകി, 47 വയസ്സിലാണ് കഴിച്ചത്. അതെന്താ അത്ര വൈകിയേ? താമസിച്ച വിവാഹം കഴിച്ച പിന്നെ നമ്മുടെ ഈ നാളിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് താമസിക്കേണ്ടി വന്നു. പിന്നെ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്കത് ഇങ്ങനെയുള്ള പ്രശ്നമായിപ്പോയി. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ഡിവോഴ്സ് ആയതാണ് കേട്ടോ. അതിൽ കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? അതെ, അതിവിടെ അടുത്തുനിന്ന് തന്നെ അല്ലേ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങളൊക്കെ ഇതിൽ നമ്പർ കാര്യമെല്ലാം കൊടുക്കുന്നുണ്ട്. ഷാജിയേട്ടൻ്റെ കാര്യങ്ങളെല്ലാം നേരിട്ട് വന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് മുമ്പോട്ട് വരിക എന്നുള്ളതാണ് അല്ലേ? അതെ. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം എവിടെ നമ്മുടെ ഈ പറഞ്ഞ കോഴിക്കോടൊന്നും, കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, തിരുവനന്തപുരം ജില്ല അല്ലേ? പത്തനംതിട്ട, വേറെ തിരുവല്ല. അതെ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. നമ്മൾ ഈ ഏരിയയിലൊക്കെ ഉള്ള ഏരിയ എന്നുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അതാകുമ്പോൾ ഒരു വലിയ ദൂരമില്ല. അതെ അതെ അതെ. കൊല്ലമായാലും പിന്നെ ഈ കൊട്ടാരക്കര, അതെ, തുടങ്ങിയ ഏരിയയിലുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള നോക്കാം? നമുക്ക് ഒരു 40 വയസ്സ്, 45 വരെയൊക്കെ നോക്കിക്കൂടെ മാക്സിമം അല്ലേ? നമുക്കൊരു 40 വയസ്സ് മുതൽ ഒരു 45 വയസ്സ് വരെ ഉള്ളിലുള്ള ആലോചന പറ്റും. ഇപ്പോൾ ഷാജിയേട്ടന് 49 വയസ്സാണായത്. ഇപ്പോൾ കുറച്ച് കാലം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മസ്കറ്റിൽ. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ 5-6 വർഷം ഉണ്ടായിരുന്നു. 5-6 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ സെറ്റിലായി. അതിൻ്റെ മുമ്പ് എന്തായിരുന്നു പണി? അത് നമ്മുടെ നാട്ടിലെ പണിയൊക്കെ ആയിരുന്നു. ഇതുപോലത്തെ കെട്ടിടത്തിൻ്റെ പണിക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഗൾഫിൽ പോകാനൊരു ചാൻസ് വന്ന് അങ്ങനെ പോയത്. അങ്ങനെ പോയിട്ട് ഒറ്റകളൊക്കെ നിന്ന് പോയി നമ്മൾ അപ്പുറത്ത് 10 സെൻറ്റ് സ്ഥലമൊക്കെ മേടിച്ച് ഈ റോഡിൻ്റെ അപ്പുറമുള്ള കുഴിയുണ്ടല്ലോ, നമുക്ക് ഈ എൻഡ് വരെ ഉള്ളായിരുന്നു വസ്തു നേരത്തെ. റോഡൊക്കെ പിന്നീടാണ് വന്നത്. അത് റോഡിൻ്റെ അപ്പുറത്തൊക്കെ ഇച്ചിരി കുഴിയൊക്കെ ഉണ്ട്, നേരാനൊക്കെ ഉണ്ട്. അതാണ് ഈ വണ്ടി കിട്ടേക്കുന്നതൊക്കെ നമ്മുടെ അല്ലായിരുന്നു, നമ്മളിപ്പോൾ പിന്നെ മേടിച്ചതാണ്. അത് ശരി. മക്കളുള്ള ആലോചനകളൊക്കെ നമുക്ക് പറ്റുമോ? 45 വയസ്സിൻ്റെ ഉള്ളിൽ ഭർത്താവ് മരിച്ച് ഡിവോഴ്സ് ആയാലും മക്കളുള്ള നോക്കുന്നുണ്ടോ? ഇല്ലേ, ബാധ്യത ഇല്ലാത്തതാണോ? ബാധ്യതയൊക്കെ ഇല്ലാത്ത മക്കൾ ബാധ്യത ഒന്നും ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഒരു 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള വേറെ ബുദ്ധിമുട്ടുകാർ, ഒരു 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ബാധ്യതയൊന്നും ഇല്ലാത്തൊരാലോചനയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വേറെ നിങ്ങൾക്ക് എന്താ പറയാനുള്ള, എങ്ങനെയുള്ള ഒരു പെൺകുട്ടീനെയാണ് വേണ്ടത് ആവാന്നുള്ള? അതെ, നമ്മളെ അമ്മയുണ്ട്, അമ്മയായിട്ടൊക്കെ പോകണം. അതെ അതെ, തീർച്ചയായും. പിന്നെ അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അധ്വാനിച്ച് ഏത് വന്നാലും ശരി നമ്മൾ അധ്വാനിച്ച് അവരെ നോക്കും. അതെ, തീർച്ചയായും. മുഖ്യമായിട്ടും ഞങ്ങളുടെ അമ്മ എന്നെ ആദ്യമായിട്ടൊക്കെ നോക്കണം. നമ്മുടെ ഈ വീടുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടുകൂടിയൊക്കെ ജീവിക്കാൻ ഉള്ള ആൾക്കാരായിരിക്കും. അതെ. നമുക്കിപ്പോൾ ദാമ്പത്യമല്ല പ്രശ്നം, നമ്മുടെ കുടുംബ ജീവിതം നല്ല ഭംഗിയായിട്ട് പോകണം, അത്രേ ഉള്ളൂ.
55 നമുക്ക് ആൾക്കാർ വേണം അല്ലേ, ഈ ഒറ്റപ്പെടൽ എന്നുള്ള ഒരു അതെ. അപ്പോൾ ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഭാര്യ എന്നെ കുറിച്ച് ഓരോ കൺസെപ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക്. അപ്പോൾ ആദ്യമായിട്ട് ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിൽ നിർത്തുകയാണ് കേട്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം അനുയോജ്യമായിട്ടുള്ള ഒരു വധുവിനെ ഈ രീതിയിൽ കണ്ടെത്താന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതാ പുള്ളീൻ്റെ സൈക്കിള് കാര്യങ്ങളൊക്കെയാണ്, സൈക്കിളിലാണ് യാത്രയൊക്കെ. ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ? അറിയാം, ബൈക്ക് ഓടിക്കുന്ന അറിയാം അല്ലേ? ഇച്ചിരി കടമൊക്കെ ഉണ്ട് വീട് വെച്ചാൽ. വീടിന് കുറച്ച് കട ഉണ്ടോ? കുറച്ച് കട ഉണ്ടോ? ഒരുപാടുണ്ടോ? ഒരു 2 ലക്ഷം രൂപ 2 ലക്ഷം കട ഉണ്ട് ബാങ്കില്. വേറെ ഒന്നും ഇല്ലല്ലോ? വേറെ ബാധ്യത ഒന്നും ഇല്ലല്ലോ? വേറെ ബാധ്യതകളൊന്നും. അതൊക്കെ നമ്മൾ കുറച്ച് പിടിക്കൊണ്ടിരിക്കുക. തീർച്ചയായും അതും കൂടെ നമ്മൾ ഇതിൽ പറഞ്ഞോട്ടെ. ഇല്ല എല്ലാം അറിഞ്ഞിട്ട് ചെറിയൊരു കുറച്ച് ബാധ്യത, 2 ലക്ഷത്തിൻ്റെ ബാധ്യത ആകെ അല്ലേ? 2 ലക്ഷം രൂപേൻ്റെ കട എന്ന് പറഞ്ഞാൽ വലിയൊരു കടബാധ്യതകൾ എന്നൊന്നും പറയാനല്ലോ, പണിയെടുത്ത് കിട്ടാൻ പറ്റുന്ന കടമാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു 40 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. പിന്നെ പുള്ളി കുറച്ച് കാലം ഗൾഫിലായിരുന്നു, പിന്നെ ഒരു 5 വർഷം എല്ലാം പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ റിപ്പീറ്റേഷൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വരിക. ഓക്കെ. പിന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. നമ്മൾ ഓരോ സ്ഥലത്തും അവർ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അവരെപ്പറ്റി അവർ പറയുന്ന കാര്യങ്ങളല്ലാണ്ട് കൂടുതൽ നമുക്കറിയില്ല. നമ്മൾ ഇതിലേത് വീഡിയോ ഇട്ടാലും പേഴ്സണലി അന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിൽക്കാവുള്ളൂ. കല്യാണ ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ചാനലിലൊന്നും യാതൊരു ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പേഴ്സണലി അന്വേഷിച്ച് ബോധ്യപ്പെടണം. ഓരോ ആളുകളുടെയും പ്രൊഫൈൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. ബൈ.